ഇപ്പോൾ ശ്രീ അബിൻ വർക്കി, യൂത്ത് കോൺഗ്രസ് നേതാവ് നമ്മോടൊപ്പം ചേരുന്നുണ്ട് ടെലിഫോണിൽ. ശ്രീ അബിൻ, ഇപ്പോൾ നിയമ പോരാട്ടത്തിലേക്ക് കൂടി CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി കടക്കുകയാണ്. ഇത് അസംബന്ധമെന്ന് കേവലം അദ്ദേഹം പറയുകയല്ല, മറിച്ച് ഈ ചെന്നൈ വ്യവസായിയുടെ ആരോപണങ്ങൾക്കെതിരെ അദ്ദേഹം നിയമ നടപടിയിലേക്ക് കൂടി പോകുന്നു. അപ്പോൾ പ്രതിപക്ഷം മുന്നോട്ട് വെച്ച വാദങ്ങളൊക്കെ പൊളിയുകയല്ലേ ശ്രീ അബിൻ? എങ്ങനെയാണ് ഈ ചെന്നൈ വ്യവസായിയുടെ ആരോപണം മാത്രമല്ലല്ലോ ഇത് ഡൽഹിയിലെ കോടതിയിൽ രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന വ്യക്തി അയാൾ പോളിറ്റ് ബ്യൂറോയ്ക്ക് കൊടുത്ത കത്ത് എന്നുള്ള രീതിയിൽ കൊടുത്ത പ്രൈമറി എവിഡൻസ് ആണ്. ആ പ്രൈമറി എവിഡൻസിലെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് ചില സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അദ്ദേഹത്തിന്റെ കുടുംബപരമായിട്ടുള്ള വിഷയമൊന്നും നമ്മുടെ ആരുടെയും കൺസേൺഡ് അല്ല. ചില സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങളാണ് അതിന്റെ ഉള്ളിൽ പറഞ്ഞിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദായ നികുതി വകുപ്പിനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതിയിന്മേൽ അന്വേഷണം നടക്കുകയാണ്. അത് മാത്രമല്ല, ഈ വിവരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു കേസും നടക്കുന്നുണ്ട്. കേരളത്തിലെ DGP 2023 ജൂലൈ മാസം ഇതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തിട്ട് DGP എന്താണ് നടപടിയെടുത്തത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ഹവാലയും അതുപോലെ തന്നെ വിദേശത്ത് നിന്ന് പണം കൊണ്ടുവന്ന് ഇവിടുത്തെ പ്രൊജക്ടിന്റെ പേരിൽ പുട്ടടിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം. ഈ ആരോപണത്തിന്റെ മേലാണ് പ്രധാനമായി അന്വേഷണം നടക്കേണ്ടത്. അതിനകത്ത് ഡിഫമേഷൻ കേസ് അല്ല പ്രധാനം. കാരണം ഇഡിയും ആദായ നികുതി വകുപ്പും കേരളത്തിലെ DGPക്ക് കൊടുത്ത പരാതിയും കേരളത്തിലെ ഒരു കോടതിയും ഇടപെട്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഇതിനകത്ത് റിവേഴ്സ് ഹവാല ഉൾപ്പെടെയുള്ള സാമ്പത്തിക ക്രമക്കേട് വിഷയം. ബാക്കി പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിലെ കുടുംബപരമായ പ്രശ്നമാണ്. കുടുംബ പ്രശ്നം നമ്മുടെ വിഷയമല്ല. ഇവർ പറയേണ്ടത് രാജേഷ് കൃഷ്ണയുമായി ഇവർക്ക് ബന്ധമുണ്ടോ, എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ. ഇപ്പൊ അന്ന് എളമരം കരീം പറഞ്ഞതാണ് ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് രാജേഷ് കൃഷ്ണയെ CPM-ന്റെ സമ്മേളന പ്രതിനിധി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയത്. എന്ന് പറഞ്ഞാൽ ഈ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് കണ്ടിട്ടാണല്ലോ അവർ മാറ്റി നിർത്തിയത്. അപ്പൊ എന്ത് പരാതിയുടെ അടിസ്ഥാനത്തിലാണ് രാജേഷ് കൃഷ്ണയെ അന്ന് CPM-ന്റെ പ്രതിനിധി സംഘത്തിൽ നിന്ന് അല്ലെങ്കിൽ പ്രതിനിധിയായി മാറ്റി നിർത്തപ്പെട്ടത്? മൂന്നാമത്തെ പ്രധാനപ്പെട്ട വിഷയം പ്രവാസി ചിട്ടി ഫണ്ടുമായി ബന്ധപ്പെട്ടും മസാല ബോണ്ടുമായി ബന്ധപ്പെട്ടും കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ UK ചെല്ലുമ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട സംഘാടകരെ പോലെ അഭിനയിച്ച് മുഖ്യമന്ത്രിക്കൊപ്പം തന്നെ കൈപിടിച്ച് നടത്തിക്കൊണ്ടിരുന്നത് ഈ രാജേഷ് കൃഷ്ണയാണ്. അപ്പൊ ഇയാളുമായിട്ട് എന്താണ് പാർട്ടിക്ക് ബന്ധം, അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറിയുടെ മകന് ബന്ധം എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട വിഷയം. അതിനകത്ത് ഷർഷാദ് ഉന്നയിച്ചു എന്ന് പറയുന്ന മറ്റാരോപണങ്ങൾക്കും അപ്പുറമായിട്ട് ഇത് സാമ്പത്തിക ക്രമക്കേട് വിഷയമാണ്. അല്ല സ്റ്റീബിൻ, അപ്പോൾ ഈ കത്ത് ചോർച്ച അതിന് പിന്നിൽ ഈ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ എന്നുള്ള വാദം ഉയർന്നപ്പോൾ അതിന് പിന്നാലെ പോയതാണല്ലോ പ്രതിപക്ഷം. അപ്പോൾ ഈ വക്കീൽ നോട്ടീസ് അയക്കുമ്പോൾ ഇനി അതല്ല വിഷയമെന്നാണോ? എന്നാരാണ് ഞങ്ങളെ കത്ത് ചോർച്ചയാണോ ഞങ്ങളുടെ പ്രശ്നം? ഞങ്ങൾ എപ്പോഴെങ്കിലും കത്ത് ചോർന്നതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കത്ത് ചോർച്ചയല്ല വിഷയം, കത്തിന്റെ ഉള്ളടക്കമാണ് വിഷയം. കത്ത് ചോർച്ചയിലേക്ക് ഈ വിഷയം മാറ്റാനുള്ള ഗൂഢ ഉദ്ദേശം CPM-ന്റെയും ചില ഇടതുപക്ഷ മാധ്യമ പ്രവർത്തകരുടെയുമാണ്. കത്ത് ചോർച്ചയല്ല ഇവിടുത്തെ വിഷയം. കത്തിന്റെ ഉള്ളിലെ കണ്ടന്റ് ആണ് വിഷയം. കണ്ടന്റിൽ പറയുന്നത് റിവേഴ്സ് ഹവാല നടത്തിയെന്നാണ്. അതായത് ഈ ഷർഷാദിന് കൂടി പങ്കാളിത്തം ഉണ്ടായിരുന്ന കിങ് സെക്യൂരിറ്റീസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി വഴി വിദേശത്ത് നിന്ന് പണം വന്നുവെന്നും ആ പണം കേരളത്തിലെ മന്ത്രിമാർക്ക് വിതരണം ചെയ്യപ്പെട്ടുവെന്നും തനിക്കറിയാമെന്നും തനിക്ക് അതിനെ വിതരണം ചെയ്ത OTP നമ്പർ അടക്കം അറിയാമെന്നും പറയുന്ന ഷർഷാദിന്റെ കണ്ടന്റ് ആണ് അവിടുത്തെ വിഷയം. അല്ലാതെ ഇവര് തമ്മിൽ എന്തെങ്കിലും വ്യക്തിപരമായ കുടുംബ പ്രശ്നമുണ്ടായി അതിന്റെ പേരിൽ കത്തയച്ച് സമ്മേളന പ്രതിനിധിയായി മാറ്റി നിർത്തുന്നതൊന്നും ഞങ്ങളുടെ പ്രശ്നമല്ല. ഞങ്ങളുടെ പ്രശ്നം അതിന്റെ കണ്ടന്റ് ആണ്. കേരളത്തിന്റെ മസാല ബോണ്ട് വഴി അല്ലെങ്കിൽ പ്രവാസി ചിട്ടി ഫണ്ട് വഴി അല്ലെങ്കിൽ കേരളത്തിലെ പ്രൊജക്ടുകൾ വഴി UK-യിൽ നിന്ന് പണം ഇവിടെ വന്ന് ആ പണം ഇവിടെ അനധികൃതമായി വിതരണം ചെയ്യപ്പെട്ടുവെന്ന് ഒരു വ്യക്തി, വിതരണം ചെയ്ത കമ്പനിയുടെ ഡയറക്ടറായ ഒരു വ്യക്തിയാണ് കേരളത്തിൽ വന്ന് പറയുന്നത്. അപ്പൊ പിന്നെ അതിനെപ്പറ്റി അന്വേഷണം നടക്കണ്ടേ? അത് നിലവിൽ ആദായ നികുതി വകുപ്പ് ED അന്വേഷിക്കുന്നുണ്ടെന്നാണ് അയാൾ തന്നെ പറയുന്നത്. നിലവിൽ അത് 2 കൊല്ലമായി DGP-യുടെ ടേബിളിൽ അതിന്റെ പരാതി ഉണ്ടെന്നാണ് അയാൾ പറയുന്നത്. ഞങ്ങളുടെ പ്രശ്നം അതാണ്, അല്ലാതെ കത്ത് ചോർന്നോ ഇല്ലയോ എന്നുള്ളതല്ല ഞങ്ങളുടെ പ്രശ്നം. കത്ത് ഒരു ഒഫീഷ്യൽ ഡോക്യുമെന്റ് ആണ്. അത് ചോരന എന്താണ്? കത്ത് ഡൽഹി ഹൈക്കോടതിയിൽ പ്രൈമറി എവിഡൻസ് ആയി രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന ഇപ്പോഴത്തെയും CPM-ന്റെ നേതാവ് കൊടുത്തതാണ് ഈ കത്ത്. പിന്നെ അത് ചോർന്നില്ല എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. ഈ കത്തിന്റെ ഉള്ളടക്കമാണ് വിഷയം. ആ ഉള്ളടക്കത്തിലാണ് അന്വേഷണം വേണ്ടത്. ഇപ്പൊ ഇവർ ഇത്രയും പറഞ്ഞാൽ മതി, MV ഗോവിന്ദൻ അടക്കമുള്ള അല്ലെങ്കിൽ ഈ കേരളത്തിലെ മന്ത്രിമാർ പറഞ്ഞാൽ മതി കിങ് സെക്യൂരിറ്റീസ് ലിമിറ്റഡിൽ നിന്ന് തങ്ങൾക്ക് പണമൊന്നും ലഭിച്ചിട്ടില്ല. ശരി, അത് പറഞ്ഞാൽ തീരാവുന്ന വിഷയമുള്ളൂ. അത് ഇവരാരും പറയുന്നില്ലല്ലോ. ശരി, പ്രധാനപ്പെട്ട വിഷയം. അബിൻ വർക്കി.